അല്ല, പത്രികയിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം ഓപ്പോസിഷൻ ലീഡർ എന്നുള്ളതിന്റെ സാലറി അലവൻസ് എന്നാണ്. പക്ഷെ അത് എത്രയാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഈ 5 കൊല്ലം പ്രതിപക്ഷമായിട്ട് ഇരിക്കുമ്പോൾ എന്തായാലും കുറച്ച് പണം കിട്ടുമല്ലോ. 60 മാസത്തെ വരുമാനം എന്താണ്, അതിന്റെ അസറ്റ് എന്താണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രൊഫഷണലി ലോയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോയറായിട്ട് അദ്ദേഹത്തിന് വരുമാനം ഉണ്ടോ ഇല്ലെന്ന് അതിൽ പറഞ്ഞിട്ടില്ല. ഇനി ഇല്ലെങ്കിൽ അത് പറയണം, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, എനിക്ക് വരുമാനം ഇല്ല, അത് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഭാര്യയ്ക്ക് 1128 ഗ്രാം സ്വർണ്ണം ഉണ്ടെന്ന് പറയുന്നു. അത് 146 പവൻ. ഈ 146 പവന്റെ വാല്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്ന 46 ലക്ഷം രൂപയാണ്. നമ്മൾ ഇന്നത്തെ നോമിനേഷൻ കൊടുക്കുന്ന തീയതിയിലെ വാല്യൂ അനുസരിച്ച് അതിന് ഏതാണ്ട് 1,57,00,000-ലക്ഷത്തിലധികം രൂപ വരും. അത്രയും പണം ഇതിനകത്ത് കാണിച്ചിട്ടില്ല, കുറച്ച് കാണിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 35 ഗ്രാം സ്വർണ്ണം ഉണ്ടെന്ന്, അതിന് വെറും 1 ലക്ഷം രൂപ കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്കറിയാമല്ലോ, 35 ലക്ഷം രൂപ കൂടുതൽ വരും. 1,05,800 രൂപയാണ് ഇന്നലെ നോമിനേഷൻ കൊടുക്കുന്ന സ്ഥിതിയിൽ സ്വർണ്ണത്തിൻ്റെ സർക്കാർ പ്രസിദ്ധീകരിച്ച വാല്യൂ. സ്വാഭാവികമായും അതിൻ്റെ വാല്യൂ 35 ലക്ഷത്തിന് മുകളിൽ വരും. അത് കാണിക്കാതെ കുറച്ച് കാണിച്ചിരിക്കുകയാണ്. ഇതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോമിനേഷൻ കൊടുക്കുമ്പോൾ സർക്കാർ ലയബിലിറ്റി പാടില്ല എന്നാണ്. മന്ത്രിമാർക്കും ഒപ്പോസിഷൻ ലീഡർക്കും ചീഫ് വിപ്പിനൊക്കെ സർക്കാർ ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ് വാഹനം കൊടുക്കുന്നത്. ആ വാഹനം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന എല്ലാത്തരം ലയബിലിറ്റികളും അവരുടെ ചുമതലയായിരിക്കും. നമ്മുടെ മന്ത്രിമാരെല്ലാം ആ ചുമതലയെല്ലാം നിർവഹിച്ചിട്ടുണ്ട്, ലയബിലിറ്റി എല്ലാം അടച്ചു തീർത്തിട്ടുണ്ട്. എന്നാൽ ഒപ്പോസിഷൻ ലീഡർ ഇന്ന് വരെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് വന്നിട്ടുള്ള 2 തവണത്തെ ഫൈൻ അടച്ചിട്ടില്ല എന്ന് ഇന്ന് രാവിലെയും മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റിൽ നിന്ന് ലഭ്യമായ റെസിപ്റ്റ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം തടസ്സങ്ങളാണ് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിന് പ്രതിവാദം വന്നിരിക്കുന്നത് ഒന്ന് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പിഴയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് അഡീഷണൽ ഡയറക്ടറുണ്ട്, വിനോദസഞ്ചാര വകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് അത്തരം ലയബിലിറ്റി ഇല്ലെന്നുള്ളതാണ്. സോ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റും പ്രതിപക്ഷ നേതാവുമായിട്ട് ലയബിലിറ്റി ഇല്ല എന്നാണ്. പ്രതിപക്ഷ നേതാവ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ലയബിലിറ്റി ഉണ്ടോന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റുകാർക്ക് പറയാൻ പറ്റില്ല, അത് പറഞ്ഞിട്ടില്ല. രണ്ടാമത് സ്വർണത്തിന്റെ കാര്യം പറയും, ഇൻകം ടാക്സ് അതോറിറ്റിയാണ് വാല്യൂ തീരുമാനിക്കുന്നതാണ്. സ്വർണത്തിന്റെ ഒരു വാദമായിട്ട് പറഞ്ഞത് ഇത് 2021 35 ഗ്രാം സ്വർണ്ണം വാങ്ങിയതും ആ സമയത്തെ വാല്യൂ ആണ് സ്വർണത്തിന് അല്ല, അങ്ങനെയാണ് അവർ പറയുന്നത്. അത് എന്തോ അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പൽ പ്രകാരം ആ സമയത്തെ വാല്യൂ ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറയും. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ ജനപ്രാതിനിധ്യ നിയമത്തിലോ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിലോ മറ്റേ അക്കൗണ്ടൻസി റൂൾസ് ആപ്ലിക്കബിൾ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വാല്യൂ നിശ്ചയിക്കാൻ പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രിവെയിലിംഗ് വാല്യൂ ആസ് പെർ മാർക്കറ്റ്. മൂന്നാമത്തെ ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അത് എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആദായ നികുതി റിട്ടേണുമായി ബന്ധപ്പെട്ട് അത് എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റ് ചെയ്തോട്ടെ, പക്ഷെ എത്രയെന്ന് പറയണ്ടേ? എക്സംപ്റ്റ് ചെയ്തോട്ടെ. എക്സംപ്റ്റ് ചെയ്യുന്ന ഇൻകം ടാക്സിനാണ്. ഇവിടെ ഇൻകം ടാക്സിന്റെ ഹിയറിംഗ് അല്ലല്ലോ നടക്കുക. സ്വാഭാവികമായിട്ട് താങ്കൾക്ക് ആത്മവിശ്വാസമുണ്ടോ പത്രിക സ്വീകരിക്കില്ല എന്ന്? പത്രിക സ്വീകരിക്കാൻ പാടില്ല, നിയമപരമായി നിലനിൽക്കാത്ത സാധനമാണ്. സ്വീകരിക്കില്ല എന്നുള്ളത് അവരുടെ ഡിസിഷനാണ്. പക്ഷേ നിയമപരമായ ആ പത്രിക സ്വീകരിക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ഒപ്പോസിഷൻ ലീഡർ അല്ലേ അദ്ദേഹം, ഒരു പൊതുപ്രവർത്തകനല്ലേ. എന്തിനാ അദ്ദേഹം മറച്ചു വെക്കുന്നത്? അദ്ദേഹം നുണ പറയുന്നത് എന്തിനാണ്? ഭരണാധികാരി എടുത്തിരിക്കുന്ന തീരുമാനം ഈ 2 പേരുടെയും വാദങ്ങളും പ്രതിവാദങ്ങളും എഴുതി നൽകുക എന്നുള്ളതാണ്. അതിനുശേഷം 3 മണിക്ക് വീണ്ടും പത്രിക സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ പത്രിക വീണ്ടും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകും.